എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗംഗൈകൊണ്ട ചോളപുരം കണ്ടതിന് ശേഷം ഉച്ചയൂണ് കഴിഞ്ഞു. അതിനുശേഷം പിച്ചാവരം കണ്ടൽക്കാടുകളിലൂടെ ഒരു യാത്ര നടത്തി. ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ പൈതൃക പൊരുൾ തേടി വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബസ്സിൽ നല്ല ബഹളമുണ്ട്, അന്താക്ഷരി കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അതിനിടയിൽ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണവും നൽകുന്നുണ്ട് ഗൂഗിൾ. ആ താണ്ഡവത്തിന്റെ ഒരു ശില്പം കൂടി നമുക്ക് അവിടെ കാണാം. മോള് ഷെയർ ചെയ്ത ഈ വീഡിയോ കണ്ടതോടുകൂടി ചിദംബരം കാണാനുള്ള മോഹം കൂടിപ്പോയി. അന്ന് തന്നെയാണ് മോക്ഷയുടെ ഈ യാത്രയെക്കുറിച്ചുള്ള വിവരം പറഞ്ഞതും അതിൽ ഞങ്ങൾ പങ്കെടുക്കാൻ തീരുമാനിച്ചതും. This temple isn't just a marvel of science but also of architecture. This temple is one of 8 Lord Shiva temples on the same longitude. It's an architectural miracle from the 2nd century AD. No GPS, just mind-blowing precision. And the temple's design mirrors the human body, with 9 entrances representing our 9 openings, and a golden roof with 21,600 sheets signifying our daily breaths, secured with 72,000 gold nails, just like our nerves. The Natarajar statue is a cosmic dance that venture beyond galaxies, and you'll find the universe shaped just like it. Even the European Center for Research in Particle Physics at CERN acknowledges this divine connection, linking ancient wisdom to modern science, with Natarajar statue symbol. ഇപ്പോൾ നാളത്തെ യാത്രയെക്കുറിച്ചുള്ള വിവരണമാണ്. കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ശ്രീരംഗനാഥ സ്വാമി ടെമ്പിളിലേക്ക് പോകുന്നത്. ആ ഓൺ ദ വേ തന്നെ നമ്മുടെ ലഞ്ചുണ്ട്. ശ്രീരംഗം കണ്ട് ശ്രീരംഗത്ത് ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് തിരിക്കുന്നു. എല്ലാവർക്കും വ്യക്തമായി വരുന്നു. സംശയം എന്തെങ്കിലും ഉണ്ടോ? നാളെ മോർണിംഗ് സ്റ്റാർട്ടിംഗ് ടൈം വരുന്നത് 5:50 ആകുമ്പോൾ നമുക്ക് എല്ലാവരും ഹോട്ടലിലെ റിസപ്ഷനിലാക്കി താഴായിട്ട് വരിക, യാത്രയോട് വരിക. ലഗേജ് എടുക്കണം. ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വിട്ടു. ലഗേജുകളെല്ലാം പാക്ക് ചെയ്ത് റൂമിൽ തന്നെ വെച്ച ശേഷം 5:50 ആകുമ്പോൾ ഹോട്ടലിന്റെ റിസപ്ഷനിൽ താഴെ വരിക. 6 മണിയാകുമ്പോൾ നമുക്ക് ശിവഭക്തിയുടെയും വാസ്തുകലയുടെയും നിത്യവിസ്മയം എന്ന് കേട്ടിട്ടുള്ള ചിദംബരം മഹാക്ഷേത്രം, അവിടേക്ക് എത്താനുള്ള മോഹം ഇതാ പൂവണിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ പ്രദക്ഷിണ വഴികളിലൂടെ ശിവഗംഗാ തീർത്ഥക്കുളത്തിൻ്റെ കരകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുവാൻ ഞാൻ ഇതായിത്തീരിക്കുന്നു. നിങ്ങളും എന്നോടൊപ്പം യാത്ര തുടരുമെന്ന് വിശ്വസിക്കുന്നു. ഇത് കിഴക്കേ ഗോപുരം ആണ്, കൂടിയാണ് ഞങ്ങൾ അകത്തേക്ക് കിടക്കുന്നത്. ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ എല്ലാവർക്കും സ്മിതാ പാട്ടീൽ അനശ്വരമാക്കിയ അഖിലാണ്ടാമാളെ ഓർമ്മ വരും എന്നത് വാസ്തവമാണ്. ചരിത്രവും ഐതിഹ്യങ്ങളും വിവരിക്കുന്ന ചിത്രപ്പണികളും ശില്പങ്ങളും കാണുമ്പോൾ നമ്മളെല്ലാം അത്ഭുതപ്പെട്ട് നിന്നുപോകും. എൻ്റെ കൂടെയുള്ളവരെല്ലാം മുന്നിലെത്തിയിരിക്കുന്നു. എന്നെ കാത്തു നിൽക്കുകയാണ് പാവം അഭിജിത്ത്. അവിടെ ഒരു അണ്ണാനാ അതിൻ്റെ മുകളിൽ. നൃത്തത്തിൻ്റെ അധിപനായ ശിവൻ്റെ രൂപമായ നടരാജന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ നിന്നുള്ള 108 കർണങ്ങളും ക്ഷേത്രച്ചുവരിൽ കൊത്തുപണികളായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാവങ്ങളാണ് ഭരതനാട്യത്തിൻ്റെ അടിത്തറ. ഗോപുരം കടന്നകത്തെത്തിക്കഴിഞ്ഞാൽ ചുറ്റമ്പലത്തിലെ കരിങ്കൽ തളങ്ങളിലൂടെ ഒരു പ്രദക്ഷിണം നടത്തി വേണം നടരാജ വിഗ്രഹത്തിൻ്റെ അടുത്തെത്താൻ. ഈ ചുറ്റമ്പലങ്ങളെ സഭകൾ എന്നാണ് പറയുന്നത്. ഇവിടെയെല്ലാം നിരവധി പ്രതിഷ്ഠകളും സന്നിധാനങ്ങളുമുണ്ട്. ഗൈഡ് കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്, അത് കേട്ട് നോക്കാം.
At the time, Lord Nataraja, earring fell down. Earring fell down. He took right leg, Nataraja. The ring, that too again in the jar. So Shiva win, Parvati lost. This story, can you look on the top? Behind, left hand. Left hand side, the idol of Mahakal. That during the dawn festival, people must do like this is called Murtava Tandava. Ananda Tandava, left leg up, right left out. This is the Ananda Tandava. Then you look in the middle. And the right hand side the Muruga. Muruga and Parvati, left hand side the Ganesh. Bang. Bang amma. Bang. കാലം മയങ്ങിക്കിടക്കുന്ന കരിങ്കൽ തളങ്ങൾ, അവയിൽ കാണുന്ന കൽത്തൂണുകളും കൊത്തിവെച്ചിരിക്കുന്ന മനോഹര ശില്പങ്ങളും. മനുഷ്യഭാഷയേക്കാൾ സുന്ദരമായ ഭാഷയിൽ അവർ പറയുന്നത് എന്തായിരിക്കും? കണ്ടുകൾക്ക് മുൻപിലെ കഥകളോ അതോ നടരാജനെ പ്രകീർത്തിക്കുന്ന കീർത്തനങ്ങളോ? ചിദംബരം എന്ന വാക്കിൻ്റെ അർത്ഥം ജ്ഞാനാകാശം എന്നാണ്. പ്രപഞ്ചത്തിൽ അനുഗ്രഹം വർഷിക്കുന്ന ഇടം ആകാശമാണ് എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത്. ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൂപ്പുകൈ പോലെയുള്ള ഓരോ ക്ഷേത്രഗോപുരത്തിലും മുദ്രകളുടെ മിഴിവുറ്റ ശില്പവിസ്മയങ്ങൾ. ഇതിഹാസങ്ങളിലെ എണ്ണമറ്റ കഥാപാത്രങ്ങൾ ഇവിടെ പുനർജനിക്കുന്നു. ചിലപ്പോൾ അനാദിയായ കാലത്തിൻ്റെ കഥകൾ അമ്പലത്തിനോട് പറയുകയാകും ഈ മനോഹര ശില്പങ്ങൾ. ശ്രീവള്ളി ദേവസേന എന്നീ 2 പത്നിമാരോടുകൂടി ഉള്ള മുരുകൻ്റെ ക്ഷേത്രമാണിത്. സഭാനായകർ കോവിൽ എന്നറിയപ്പെടുന്ന മണ്ഡപമാണിത്. ഒരു കവാടത്തിലെ മുകളിലെയും താഴെയും ചുമരിലുമെല്ലാമുള്ള ചിത്രങ്ങളാണിത്. ഇതുപോലെ എത്ര പകർത്തിയാലും മതിയാവാത്തത്ര ചിത്രങ്ങളും ശില്പങ്ങളും നമുക്കവിടെ കാണാം. ക്യാമറയിൽ പതിഞ്ഞതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങളും അനുഭവങ്ങളും നമ്മുടെ മനസ്സിലാണ് പതിയുക. ഭഗവത് കഥകളുടെ വർണ്ണചിത്രങ്ങളുള്ള വിശാലമായ ഈ തളം ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണ സ്ഥലമാണ്. ഈ അമ്പലത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട പതഞ്ജലി മഹർഷിയുടെയും വ്യാഘ്രപാദ മഹർഷിയുടെയും കഥകളാണ് ഇതിലാലേഖനം ചെയ്തിരിക്കുന്നത്. പാമ്പാവില്ല. നമ്മളിങ്ങോട്ട് വരും. നാൽപ്പത് ഏക്കറുകളിലായിട്ടാണ് ഈ ക്ഷേത്രം പരന്നു കിടക്കുന്നത്. എല്ലാ സ്ഥലത്തും നോക്കിയാലും കൃഷ്ണശിലാ നിർമ്മിതികളുടെ വിസ്മയവും ദ്രാവിഡ ശില്പകലയുടെ ഗാംഭീര്യം വിളിച്ചോതുന്ന 4 ഭാഗത്തുമുള്ള ഗോപുരങ്ങളെ ബന്ധിപ്പിക്കുന്ന കൂറ്റൻ മതിൽക്കെട്ട്.
നല്ല വെയിലുണ്ട് കേട്ടോ. ചില ദൃശ്യങ്ങളൊന്നും ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നില്ല ശരിക്കും. ചുട്ടുകൊള്ളിട്ട് കാലി. ശ്രീ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട അനേകം ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ഫോട്ടോസും വീഡിയോസും പൂജയുടെ പറഞ്ഞില്ലേ അകത്ത് ശ്രീകോവിലിനകത്ത് സ്വർണ്ണം പോക്കില്ല കേട്ടോ. സ്വർണ്ണഗോപുരം മേൽക്കൂട അല്ലല്ല ഇതാണ് എപ്പോൾ അടിക്കുന്നത്. അതെ, ഇത് ഇവിടെ ഒരു വാതിൽ അടഞ്ഞു കിടന്നല്ലോ. എന്താ അറിയോ എവിടെ വാതില്? അല്ല, ഇത് ഇവിടെ ശിവത്തിലാണ്. അപ്പോൾ ആളിവിടെ തൊഴാൻ വന്നപ്പോൾ ഊണുമില്ല. അതുകൊണ്ട് ഇവിടുത്തെ പൂജാരിമാരകത്ത് കിടക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ അന്ന് ശങ്കരാചാര്യർ കൊട്ടിയടച്ച വാതിലിനാണ് ഇതറിയപ്പെടുന്നത്. പിന്നെ തുറക്കാൻ പറ്റിയിട്ടില്ല അറിയാം. അങ്ങനെ അടഞ്ഞു പോലും എന്തോ അല്ല, ഇവിടുത്തെ വാതിലാണ്. വണ്ടി നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു പീഠമുണ്ട്, അതും കൂടി അംബികേശ്വരൻ്റെ ഈ പ്രതിമ ഒരൽപ്പം ചെന്നിരിക്കുന്നുണ്ട്. അത് ശങ്കരാചാര്യ ദേഷ്യത്തോടു കൂടി ചവിട്ടിയത് കൊണ്ടാണെന്നാണ് പറയുന്നത്. നാളികേരം കട്ടയാണ്. ഇനി തൊഴാൻ പോകുന്നത് സാക്ഷാൽ വിനായകനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പോവോ? ഇപ്പൊ പോകാൻ മുറിവേനൊക്കെ പോവാം. അത് കഴിഞ്ഞിട്ട് വരണേ. മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ നേരെ ശ്രീകോവിലേക്ക് കടക്കാൻ ഇവിടെ കഴിയുകയില്ല. ചുറ്റമ്പലങ്ങളിലെ കൂടെ നടന്നു ചെന്ന് മാത്രമേ നമുക്ക് ശ്രീകോവിലെത്താൻ കഴിയും. കോവിലേക്ക് കയറുന്ന സ്ഥലത്ത് 21 ജന്മങ്ങളിൽ പ്രതിനിധാനം ചെയ്യുന്ന 21 പടികളിൽ സ്വർണം പൊതിഞ്ഞ ശ്രീകോവിലും അങ്ങനെ ധാരാളം കാഴ്ചാനുഭവങ്ങൾ അതിനുള്ളിലുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പങ്ങളും അപൂർവമാണ്. രൂപം, അരൂപം, അർദ്ധരൂപം എന്നീ സങ്കല്പങ്ങളിലാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. നടരാജമൂർത്തിയുടെ രൂപത്തിലും സ്ഫടികലിംഗരൂപമായ ചന്ദ്രമൗലീശ്വരനായി അർദ്ധരൂപത്തിലും ആകാശലിംഗരൂപത്തിൽ അരൂപത്തിലും ശിവൻ ദർശനം നൽകുന്ന ഗർഭഗൃഹത്തെ ചിത് സഭ എന്നാണ് വിളിക്കുന്നത്. അനന്ത താണ്ഡവമാടുന്ന നടരാജനാണ് പ്രധാന പ്രതിഷ്ഠ. ഇത് പടിഞ്ഞാറേ ഗോപുരമാണ്. എല്ലാ ഗോപുരങ്ങളും ശില്പകല കൊണ്ടും ചിത്രകല കൊണ്ടും
അലങ്കരിച്ചേക്കാണ്. നമുക്ക് അത്ഭുതം കൂടിപ്പോവും പണ്ടത്തെ കാലത്തെ ശില്പകലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ആണ് സുബ്രഹ്മണ്യ ക്ഷേത്രം. ശരിക്കും അറിയാം കേട്ടോ ഈ വെള്ള കല്ലിലേക്ക് കിടക്കുമ്പോഴുള്ള വ്യത്യാസം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചില വീഡിയോ കോൾ ചെയ്ത് ക്ഷേത്രം മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. Opposite, the behind opposite, there is an auditorium. The name of the auditorium, 1000 column, 1000 pillars. Belong to 12th century. This There one. are 999 pillars, plus one pillar with the Lord Shiva leg. They open the twice a year. I told you before, when the festival, after Ratha, the idol, that to auditorium. Then early morning and 4 o'clock they do the Abhishekam. The name of the auditorium, Raja Sabha. ഇതല്ല അവിടെ അടച്ചിട്ടുണ്ട് കുളത്തിൻ്റെ അപ്പുറത്തുണ്ട്. എന്താണ് ചേട്ടാ? ഇവിടെ നിന്നാൽ 4 നിൽക്കണം. അദ്ദേഹം നിൽക്കണ സ്ഥലത്ത് ആ സ്ഥലത്ത് കല്ല് അതിന്റെ തൂണ് ഈ തൂണിന് ചാരി നിന്നാൽക്കേ കാണാൻ പറ്റൂ. ഡോക്ടർക്ക് മാത്രം, കൊച്ചി ഡോക്ടർക്ക് മാത്രം ഇവിടെ നിൽക്കും. ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഇതെടുത്തു അടുത്ത് ഇങ്ങോട്ട് തിരിഞ്ഞാൽ മറ്റേ ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. കണ്ടു കിട്ടിയോ? ഞാനൊന്നുകൂടി കൗണ്ട് ചെയ്യണത്. ഇവിടെ നിന്നാൽ എല്ലാ ഗോപുരങ്ങളും കാണാമെന്നാണ് തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാവരും മുന്നോട്ട് പോയിരിക്കുന്നു.
അങ്ങനെ ശശിധരനും ഉപേക്ഷിക്കില്ല, എൻ്റെ മക്കളും ഉപേക്ഷിക്കില്ല. വരും. ഞാനൊരിക്കലെങ്കിലും മോനേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എനിക്ക് കിട്ടാതിരിക്കൂ? ഇല്ല. ഞാനെല്ലാവരും നന്മ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരെ സിനിമയുണ്ടാവും തന്നെ. ആ ഇല്ല അടുത്ത് എടുക്കില്ലേ? ഈ ഫോട്ടോസ് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ പശുവിനെ പോലെയും മറുവശത്ത് നിന്ന് നോക്കുമ്പോൾ ആനയെപ്പോലെയും തോന്നുന്ന ശില്പമാണിത്. ക്ഷേത്ര ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചില കഥകൾ പറയട്ടെ ഞാൻ. ചിദംബരം ക്ഷേത്രം എന്നാണ് പണിതതെന്ന് ഒരു രേഖയുമില്ല. കഥകൾ പ്രകാരം ദാരുകവനത്തിലെ മുനിമാരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ശിവൻ ഭിക്ഷുവായും മഹാവിഷ്ണു മോഹിനിയായും എത്തി. എന്നാൽ മുനിമാർ മുയലിൻ്റെ രൂപത്തിൽ ഒരു മായാസുരനെ സൃഷ്ടിച്ചു. മുയലകൻ എന്ന ആസുരൻ്റെ ദേഹത്ത് പാദങ്ങളാഴ്ത്തി ഭഗവാൻ ശിവൻ താണ്ഡവനൃത്തമാടി. പിന്നീട് വിഷ്ണു ഭഗവാൻ ആനന്ദ നടനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദിശേഷനായ അനന്തന് ശിവതാണ്ഡവൻ, അതായത് ആനന്ദ താണ്ഡവം അതിൻ്റെ ഫലമായി ആദിശേഷൻ പതഞ്ജലിയായി ജന്മമെടുത്തു. വൃക്ഷങ്ങൾ, അതായത് തില്ലൈ മരങ്ങൾ തൂർന്നു വളർന്നിരുന്ന ഈ വനത്തിന് തില്ലൈ വനമെന്നായിരുന്നു പണ്ടുകാലത്തെ പേര് എന്നാണ് പറയുന്നത്. തൂർണത്തില്ല ഈ മരങ്ങൾ വളർന്നിരുന്ന ഈ കാട്ടിൽ പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മഹർഷിയും സ്വയംഭൂവായ ലിംഗത്തെ പൂജിച്ചു കഴിഞ്ഞു. അതിൽ സന്തുഷ്ടനായ ഭഗവാൻ ശിവൻ കൈമാസത്തിലെ പൂയം നക്ഷത്രവും പൗർണമിയും ചേരുന്ന ദിവസം പ്രത്യക്ഷനായി താണ്ഡവ നടനമാടി. മുനിമാരുടെ അപേക്ഷപ്രകാരം ആ സ്ഥലത്ത് ലോകമുക്തിക്കായി എക്കാലവും ആനന്ദ നടനം ചെയ്യാൻ ഭഗവാൻ ആശീർവദിച്ചു. അങ്ങനെയാണ് ചിദംബരത്ത് നടരാജ പ്രതിഷ്ഠയുണ്ടായത്. പണ്ട് ശുചീന്ദ്രത്ത് ഭയങ്കര വെയിലായിട്ട് ഞാനില്ലാന്ന് തോന്നി. ചേട്ടൻ പോയി ഫോട്ടോ എടുത്തു. ഇവിടെ RS ഇതെന്നൊക്കെ മാട്ട് എഴുതിയിട്ടുള്ളൂ, കൊത്തിവെച്ചിട്ടുള്ള പേര് ഈ കല്ലുമ്മേ. അതാരെങ്കിലും പണിതപ്പോ കൊത്തിവെച്ചതാ. ഇതല്ലാണ് ആയിരങ്കാൽ മണ്ഡപം. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗൈഡ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആയിരങ്കാൽ മണ്ഡപത്തിൻ്റെ അടുത്തെത്തി. ഇത് വർഷത്തിൽ 2 പ്രാവശ്യം തുറക്കുള്ളൂ. ഇതാണ് ശിവഗംഗ തീർത്ഥക്കുളം. ഈ തീർത്ഥക്കുളത്തിലും ഒരു ശിവലിംഗം ഉണ്ടെന്നാണ് പറയുന്നത്. വെള്ളം കുറയുമ്പോൾ അത് കാണാൻ പറ്റും. വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ അത് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. 1500 വർഷം മുമ്പ് പല്ലവ രാജാവായ സിംഹവർമ്മൻ്റെ മാറാത്ത ചർമ്മവ്യാധി ഈ ശിവഗംഗയിൽ സ്നാനം ചെയ്ത് മാറിയത്രേ. അതാണ് പുരാണം. നല്ല കൂടെ വന്ന പലരും അവിടെ ഇറങ്ങി കൈയും കാലൊക്കെ കഴുകി വന്നു. ഞാൻ ചേട്ടൻ എന്തായാലും അതിലേക്കൊന്നും ഇറങ്ങിയില്ല. പച്ച വെള്ളം, ഇങ്ങനെ തളം കെട്ടിക്കണ വെള്ളം.
ഈ തീർത്ഥക്കുളത്തെ പറ്റിയും കുറേ ഐതിഹ്യങ്ങളുണ്ട്. ഇതാരൊക്കെയാണ്? ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതാട്ടാ. എൻ്റെ കയ്യിലില്ല. എൻ്റെ ഒരു ഫ്രണ്ട് കലീഷൻസിൻ്റെ ചീഫ് എഡിറ്ററാണ്. അവർ എഴുതാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായ ഒരു അനുഭവം. അങ്ങനെ മാല വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി, ചെറിയ പെൺകുട്ടി പിന്നാലെ നടന്നത് പറ്റിയിട്ട് കഴിയും. അതെ. എനിക്കറിയില്ല എവിടേക്കോ എടുക്കണ്ടേ. അതേപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ അകത്തെ കൽമണ്ഡപങ്ങളിൽ ധ്യാനനിരതരായിരിക്കുന്ന 1-2 പേരെ കണ്ടിരുന്നു. അത് ഞാൻ നോക്കിയിട്ടാണ്. ഇതാ കിഴക്കേ ഗോപുരത്തിൻ്റെ ഉൾഭാഗത്തു നിന്നുള്ള കാഴ്ചയാണിത്. ഈ ക്ഷേത്രവൽപ്പത്തിയെ പറ്റിയും ഈ ക്ഷേത്രത്തെ പറ്റിയും ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. അത് മുഴുവൻ ഇവിടെ പറയാൻ കഴിയില്ല. കുറേയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ആവശ്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമസ്കാരം. മാഡം സിസ്റ്റർ. ഓക്കെ, താങ്ക് യു മാഡം. ഒരേ സ്ഥലത്തു നിന്ന് തന്നെ ശ്രീ മഹാവിഷ്ണുവിനെയും ശ്രീ പരമശിവനെയും തൊഴാൻ കഴിയുന്ന ഏക ക്ഷേത്രം ഇതാണത്രേ. ഇതുവരെ താണ്ടിയ ജീവിതത്തിൻ്റെ മോഹബന്ധങ്ങൾ ഇവിടെ ഉപേക്ഷിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന മനസ്സോടുകൂടി എല്ലാവരും ഇവിടെ നിന്നും ഭക്തിയോടുകൂടി പടിയിറങ്ങുകയാണ്. ഓരോരുത്തരുടെയും അന്തരംഗത്തിലെ മോഹബന്ധങ്ങളെ സാക്ഷാൽ പരമശിവൻ നൃത്തം ചെയ്ത് ചാമ്പലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ. മോക്ഷം തേടി, ജന്മാന്തര പുണ്യം തേടി ആനന്ദ നടരാജൻ്റെ നടക്കിലെത്തുന്നവരുടെയെല്ലാം ഹൃദയത്തിലുണ്ടാവുന്ന അനുഭവങ്ങളുടെ കഥനഭാരം അതെല്ലാം ഇവിടെ ഇറക്കി വെച്ച് ദുഃഖത്തിൻ്റെ ഇരുട്ടിൽ നിന്നും മുക്തി നേടി ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ആ മുക്തി നേടി തന്നെയാണ് ഇവിടെ നിന്നും പടിയിറങ്ങുന്നതെന്ന് വിശ്വസിക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ താമസം കുംഭകോണത്താണ്. രാത്രി കാഴ്ചകൾക്കൊരു പ്രത്യേക ഭംഗിയാണല്ലോ. ബസ്സിൽ കല്യാണരാമൻ എന്ന പടം ഓടുന്നുണ്ട്. വഴിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു ചെക്ക് ഡാം കാണാം. പകൽ സമയത്ത് ഇവിടെ നല്ല ഭംഗിയാണെന്ന് യോഗയിൽ പറഞ്ഞു. ശരിക്കും ഇവിടുത്തെ ഈ കൃഷിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഡാമാണിത്. ആ ഒരു ഡാമുള്ളതുകൊണ്ടാണ് അവർ വെള്ളം കെട്ടി നിർത്തുന്നത്. അതുപോലെ വേനൽക്കാലത്ത് അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ലഭ്യമാകുന്നു. അങ്ങനെ
അങ്ങനെ അമ്മൂസ് ട്രാവലോഗ് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന എനിക്കറിയാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ട്.